Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കന്റെ നൂൽ ഫ്രൈ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു കോഴിയുടെ നല്ല എല്ലില്ലാത്ത 2 കഷ്ണം ഇറച്ചി എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഉണ്ടാവും. അതെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്ത് നമുക്ക് നൂൽ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഇതിനെ ഇതേപോലെ ഒന്ന് നൂല് പോലെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ പിച്ചി എടുക്കണം. ഇതേപോലെ അങ്ങനെ അപ്പം നൂല് പോലെ അതിങ്ങനെ കിട്ടും. നമുക്ക് ഫുള്ളും ഇതേപോലെ ഒന്ന് പിച്ചി എടുക്കാം. സമയം എടുക്കട്ടെ ഇതിങ്ങനെ പിച്ചി എടുക്കണമെങ്കിൽ. നമ്മുടെ ചിക്കന് ഇതേപോലെ നൂല് പോലെ കീറിയെടുക്കാം. സാവധാനം ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ വിണ്ട് പോകും. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം. നമ്മുടെ നൂൽ ഫ്രൈക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഒരു പാത്രത്തിലോട്ട്. അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഇടാം. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി അതിട്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പം മസാലക്കുള്ള ഉപ്പ് മാത്രം മതി. ഇത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. ഒരുപാട് ലൂസാവണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് ആ ബാറ്റർ ഇതേപോലെ ആക്കിയെടുക്കണം. നമുക്ക് ആ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പടി ഇതേപോലെ സാവധാനം അത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ മേട്ട് ആ മസാലയൊക്കെ പെറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട, നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാം. ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഈ ചിക്കൻ നൂല് പോലെ ഇത്തിരി ഇട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഇതേപോലെ ഇട്ട് കൊടുക്കും. ചിക്കൻ്റെ ഈ മാംസളമായ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ കറി വയ്ക്കുമ്പോഴാണ് ഈ വലിയ കഷ്ണങ്ങളൊക്കെ ചവുന്നിരിക്കും. അപ്പം നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ മക്കൾ എടുത്തിട്ട് പോഴുവാണ്. അപ്പം നമ്മുടെ അവസാനത്തെ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതും അത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇനി ആ തീ ഓഫ് ചെയ്ത വെളിച്ചെണ്ണ അപ്പം നല്ല ചൂടായിരിക്കണം. നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 4 വറ്റൽമുളകും ഒന്ന് മുപ്പിച്ചെടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ചെയ്താണെങ്കിൽ ആ കറിവേപ്പില പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു.
ഞാൻ 3 ഓഫ് ചെയ്തതാ. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ നൂൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യണേ. പുതിയൊരു വീഡിയോ വരുന്നത്. ബൈ ബൈ.